2018 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം യു ആർ മൈ കോൺട്രയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് റൊണാൾഡോക്ക് ഒരു ഗേൾഫ്രണ്ടിനെ റെഡിയാക്കി കൊടുക്കണം എന്ന് ചിന്തിച്ച് ബെക്കം ഒരു ലേഡിയുടെ ദേഹത്തേക്ക് തന്റെ ആത്മാവിനെ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുന്നതും പക്ഷേ അത് തെറ്റിപ്പോയി ഒരു യുവാവിന്റെ ദേഹത്തേക്ക് അവൾ വന്ന് കയറുന്നതുമായിരുന്നു. ഏഞ്ചൽ വന്ന് പറഞ്ഞപ്പോഴാണ് താൻ പ്രവേശിച്ചിരിക്കുന്നത് ഒരാണിന്റെ ദേഹത്താണ് എന്നവൾ മനസ്സിലാക്കുന്നത്. വൈകാതെ താൻ പ്രവേശിച്ചിരിക്കുന്ന ശരീരത്തിന്റെ ഉടമ ഒരു ഡേറ്റിംഗ് ആപ്പ് മാനേജറാണ് എന്നവൾ മനസ്സിലാക്കി. അതുപയോഗിച്ച് റൊണാൾഡോക്ക് ഒരു ഗേൾഫ്രണ്ടിനെ റെഡിയാക്കി നൽകാൻ പറ്റുമോ എന്നവൾ ശ്രമിക്കാനും ആരംഭിച്ചു. നേരെ റൊണാൾഡോക്ക് അടുത്തെത്തിയ ബെക്കം താൻ കയറിയ ശരീരം ഉപയോഗിച്ച് അവനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെ കണ്ടിട്ട് ബ്രേക്കപ്പായി ദുഃഖത്തിൽ ആഴ്ന്നുപോയ പോലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, എന്തിനാ എന്നോട് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ എന്നായിരുന്നു ദേഷ്യത്തിൽ റൊണാൾഡോയുടെ മറുപടി. അത് കേട്ടതും ശരീരത്തിനകത്തുള്ള ബെക്കത്തിന് ദുഃഖമായി. എപ്പോഴും കരയുന്നവൾ അപ്പോഴും വാവിട്ട് കരയാൻ ആരംഭിച്ചു. കരച്ചിൽ കണ്ടതും റൊണാൾഡോക്കും ആകെ വല്ലാതെയായി. ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്ന് ചോദിച്ച് റൊണാൾഡോ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കൂട്ടത്തിൽ നീ പറയുന്നത് ഞാൻ കേൾക്കാം എന്ന് റൊണാൾഡോ പറയുകയും ചെയ്തു. ബെക്കത്തിനും അത് മതിയല്ലോ, നിന്റെ റിലേഷൻഷിപ്പിന് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് റൊണാൾഡോയെയും കൂട്ടി താൻ പ്രവേശിച്ച ശരീരം ഉപയോഗിച്ച് റൊണാൾഡോയും ഒന്നിച്ച് ഒരു ക്ലബിലേക്ക് പോയി. അവരുടെ കോളേജ് ഡേയ്സിൽ അവർ എപ്പോഴും പോയിരുന്ന ക്ലബായിരുന്നു അത്. അവിടെ നിന്ന് ഓരോ പെൺകുട്ടികളെ ബ്ലൈൻഡ് ഡേറ്റ് എന്ന പോലെ റൊണാൾഡോക്ക് മുമ്പിൽ അവൾ എത്തിച്ച് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു. റൊണാൾഡോക്ക് ആരെയും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്നെ വിട്ടേരെ, എന്റെ നഷ്ടം നികത്താനൊന്നും ആർക്കും പറ്റില്ല എന്ന് റൊണാൾഡോ യുവാവിനോട് പറഞ്ഞു. അപ്പോഴാണ് വേദിയിലിരുന്ന് പാടുന്ന ഒരു പെൺകുട്ടിയെ റൊണാൾഡോ ശ്രദ്ധിക്കുന്നത്. അവളെ അവൻ അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും ഇവൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ, ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് യുവാവിന്റെ ശരീരം വിട്ടിറങ്ങിയ ബെക്കത്തിന്റെ ആത്മാവ് അവളുടെ ദേഹത്തിൽ കൃത്യമായി പ്രവേശിച്ചു. പണ്ട് റൊണാൾഡോ ബെക്കത്തിനെ ഇഷ്ടപ്പെടാൻ കാരണമായ പാട്ട് ആ ശരീരം ഉപയോഗിച്ച് അവൾ പാടാൻ തുടങ്ങി. ഇത് പണ്ട് ബെക്കം പാടിയ പാട്ടല്ലേ എന്ന അതിശയത്തിൽ റൊണാൾഡോ പാടുന്ന പെൺകുട്ടിയെ നോക്കിയിരുന്നു. പിന്നാലെ ആ പെൺകുട്ടി എഴുന്നേറ്റ് വന്ന് റൊണാൾഡോക്ക് അടുത്തു തന്നെ ഇരുന്നു. അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പെൺകുട്ടിയുടെ ആത്മാവായ ബെക്കം സംസാരിച്ചു. റൊണാൾഡോ എന്ന് വിളിച്ചതും എന്റെ പേരെങ്ങനെ അറിയാം എന്ന് റൊണാൾഡോ ചോദിച്ചു. പെട്ടെന്ന് ബെക്കം പറഞ്ഞു, അത് നിങ്ങൾ മുമ്പും ഇവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടല്ലോ, അന്നങ്ങനെ കേട്ടിട്ടുള്ളതാ. നിങ്ങൾ ആരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്ന അവര് കാണുമ്പോ അവർക്കും ഒരുപാട് വിഷമമാകില്ലേ, അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്നവൾ റൊണാൾഡോയോട് പറഞ്ഞു. ഞാൻ മിസ് ചെയ്യുന്ന വ്യക്തി എന്നെ വിട്ട് ഒരുപാട് ദൂരം പോയി, എന്നെ കാണാനൊന്നും പറ്റില്ല എന്നായിരുന്നു റൊണാൾഡോയുടെ മറുപടി. അവളത് സമ്മതിച്ചില്ല. അവർ എന്തായാലും നിങ്ങളെ കാണുന്നുണ്ടാകും എന്ന് വീണ്ടും പറഞ്ഞതും റൊണാൾഡോ ദേഷ്യത്തിൽ അവൾക്ക് എന്നെ കാണാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞലറി. പെൺകുട്ടിയുടെ ഉള്ളിലിരുന്ന് ബെക്കം വീണ്ടും പറഞ്ഞു, അവൾക്ക് നിങ്ങളെ കാണാൻ പറ്റും, നിങ്ങൾ ദുഃഖിക്കുന്നത് അവൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫാമിലിയെ, നല്ലൊരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്തണം. ഇത് ഞാൻ പറയുന്നതാണെന്ന് കരുതണ്ട. അതും പറഞ്ഞ് പെൺകുട്ടി എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയതും റൊണാൾഡോ അവളുടെ കയ്യിൽ പിടിച്ചു. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇല്ലെന്ന് പറഞ്ഞ് അവൾ വേഗത്തിൽ അവിടെ നിന്ന് പോന്നു. പക്ഷേ റൊണാൾഡോയ്ക്ക് ഒരു മാറ്റവും വന്നില്ല. അവൻ ദുഃഖത്തിൽ തന്നെ തുടർന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ഏഞ്ചലും ബെക്കവും ഇരിക്കാനും തുടങ്ങി. അങ്ങനിരിക്കെ ഒരു ദിവസം റൊണാൾഡോ കരഞ്ഞുകൊണ്ടിരിക്കെ ഒരു പെൺകുട്ടി അവനടുത്തെത്തി ഒരു കർച്ചീഫ് അവന് നേരെ നീട്ടി. അവൻ നോക്കി, അത് സോങ് ആയിരുന്നു. കോളേജിൽ വെച്ച് അവനെ പ്രണയിച്ചിരുന്ന പെൺകുട്ടി. സോങ്ങിനോട് റൊണാൾഡോ സംസാരിക്കാൻ തുടങ്ങി. നീ എങ്ങനെ ഇവിടെയെന്ന് ചോദിച്ചു. ഫ്രണ്ട് സർക്കിളിലൊക്കെ ഞാൻ നിന്നെപ്പറ്റി എപ്പോഴും അന്വേഷിക്കാറുണ്ടായിരുന്നെന്നും നിനക്ക് സംഭവിച്ചത് അറിഞ്ഞിരുന്നെന്നും അവൾ അവനോട് പറഞ്ഞു. ഇത് കണ്ടിരുന്ന ബെക്കത്തിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പണ്ട് തൊട്ടേ സോങ് അവനെ പ്രണയിച്ചത് ബെക്കത്തിനെന്തോ ദേഷ്യമായിരുന്നല്ലോ. ബെക്കം അതിലെ കാര്യങ്ങൾ ഏഞ്ചലിനോട് പറഞ്ഞപ്പോൾ ഏഞ്ചൽ പറഞ്ഞു, നിന്റെ ആഗ്രഹം എന്തായിരുന്നു? അവന് നല്ലൊരു ഗേൾഫ്രണ്ട് കിട്ടണമെന്നായിരുന്നില്ലേ? കോളേജ് തൊട്ടേ അവനെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ തന്നെയല്ലേ ഇപ്പോ കിട്ടിയത്, പിന്നെന്താ കുഴപ്പം? ഏഞ്ചൽ ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് ബെക്കത്തിനും തോന്നി. സോങ്ങിന്റെ സാന്നിധ്യം റൊണാൾഡോയെ പതിയെ പതിയെ ആശ്വാസത്തിലേക്ക് നയിച്ചു. അവർ പലയിടത്തും കറങ്ങി. ഒടുവിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവരിരുവരും പ്രപ്പോസും ചെയ്തു. അവർ കപ്പിൾസായി മാറി. അങ്ങനെ മാരേജ് ഫംഗ്ഷന്റെ ദിവസം എത്തി. ഏഞ്ചലും ബെക്കമും അടുത്തുള്ള മരത്തിന്റെ ചെല്ലയിലിരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ പോകുന്നു. അവന്റെ കല്യാണം ഞാൻ നേരിട്ട് കാണാൻ പോകുക. പക്ഷേ എനിക്കെന്തോ ഒരു ആഗ്രഹവും തോന്നുന്നു. എന്താ അത്? ഏഞ്ചൽ ചോദിച്ചു. ഞാൻ പോയി സോങ്ങിന്റെ ദേഹത്ത് കയറിയാലോ? അപ്പോ അവൻ എന്നെ കല്യാണം കഴിച്ച പോലെ ആവില്ലേ? നീ എന്താ ഈ പറയുന്നേ? അതൊന്നും നമ്മുടെ റൂൾസിലില്ലാത്തതാ. ഒടുവിൽ വലിയ പ്രശ്നമാവും ഏഞ്ചൽ അവളോട് പറഞ്ഞു. ഈ സമയം മാതേമരത്തിന്റെ ചോട്ടിലേക്ക് സോങ്ങും വരുന്നുണ്ടായിരുന്നു. ചില്ലയിൽ ഇരുന്നിരുന്ന ഏഞ്ചൽ പെട്ടെന്ന് തന്നെ സോങ്ങിന്റെ ദേഹത്തേക്ക് വീണു. സോങ് ആണെങ്കിൽ താഴെ വീണ്
ബോധരഹിതയാവുകയും ചെയ്തു. സോങ്ങിനെ എഴുന്നേൽപ്പിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അല്പസമയത്തിനുള്ളിൽ കല്യാണവും നടക്കാൻ പോകുന്നു. ഏഞ്ചൽ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കെ ബെക്കം വന്ന് ഏഞ്ചലിനടുക്കൽ വീണ്ടും ആ കാര്യം പറഞ്ഞു. ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, താൻ സോങ്ങിന്റെ ദേഹത്തിൽ കയറി വിവാഹം നടത്തുക. ഏഞ്ചലും ആശയക്കുഴപ്പത്തിലായി. എന്റെ പേരിലാ തെറ്റ്, അത് നീ മുതലെടുക്കുവാണല്ലേ? മറ്റു വഴികളില്ലാതെ ഏഞ്ചലും അതിന് സമ്മതിച്ചു. ബെക്കം അങ്ങനെ സോങ്ങിന്റെ ദേഹത്ത് കയറി. അവൾ നേരെ മേക്കപ്പ് റൂമിലേക്ക് പോയി. മേക്കപ്പ് ചെയ്ത് വധുവായി നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു യുവാവ് കടന്നു വന്നു. ആ മരത്തിന്റെ ചോട്ടിൽ മീറ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞേർന്നേ, നീ എന്നിട്ട് അങ്ങോട്ട് വരാതിരുന്നത്? യുവാവ് അവളോട് ചോദിച്ചു. പക്ഷേ സോങ്ങിന്റെ ഉള്ളിൽ ബെക്കമാണല്ലോ ഉള്ളത്. ബെക്കം ചോദിച്ചു, മരത്തിന്റെ ചോട്ടിൽ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞെന്നോ? നമ്മൾ എന്തിനാ മീറ്റ് ചെയ്യുന്നേ? ഓ, നിനക്കിപ്പോ എന്താ ഓർമ്മയില്ലേ? നിന്റെ വിവാഹം കഴിഞ്ഞും നമ്മൾ ചെയ്യാമെന്ന് വെച്ച കാര്യങ്ങളും നീ എന്താ മറന്നുപോയോ? ബെക്കത്തിനൽപ്പം ഷോക്കിംഗ് ആയി. അറിയാത്ത പോലെ ബെക്കം ചോദിച്ചു, വിവാഹശേഷം നമ്മൾ എന്താ പ്ലാൻ ചെയ്തത്? പറ, നിന്റെ വായിന്ന് കേൾക്കാൻ എനിക്കൊന്നുകൂടി ആഗ്രഹമുണ്ട്. ബെക്കം എന്താണെന്ന് അറിയുവാനൊന്ന് ശ്രമിച്ചു നോക്കുകയായിരുന്നു. യുവാവ് അതിൽ വീണു. യുവാവ് ഓരോരോ കാര്യങ്ങളായി എണ്ണി പറയാൻ തുടങ്ങി. ഒക്കെ കേട്ടതും ബെക്കം ഷോക്കായി. അവൻ പറഞ്ഞതെന്തെന്നാൽ, സോങ് കോളേജിൽ വെച്ച് റൊണാൾഡോയെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നല്ലോ. അത് കഴിഞ്ഞ് ബെക്കത്തിനെ റൊണാൾഡോ പ്രണയിച്ചതും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതുമൊന്നും സോങ്ങിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരവസരം വന്നപ്പോൾ അതിന് പ്രതികാരം ചെയ്യണം എന്നവൾ ചിന്തിക്കുകയായിരുന്നു. റൊണാൾഡോയുടെ പണത്തിനു വേണ്ടി അവനെ വിവാഹം കഴിച്ചാലും യുവാവും അവളും ഒന്നിച്ച് വിവാഹശേഷവും സന്തോഷത്തോടെ കഴിയാമെന്ന പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നായിരുന്നു യുവാവ് വ്യക്തമാക്കിയത്. തന്റെ റൊണാൾഡോയ്ക്ക് യഥാർത്ഥ പ്രണയം കിട്ടി എന്ന് കരുതി ബെക്കം ആശ്വസിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത്. അതോടെ ഈ കല്യാണം നടക്കരുത്, ഇതെങ്ങനെയും ഒഴിവാകണം എന്ന് ബെക്കം ചിന്തിക്കാൻ തുടങ്ങി. വൈകാതെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. സോങ്ങിന്റെ ശരീരത്തിൽ ബെക്കം വിവാഹവേദിയിലേക്ക് എത്തി. മധ്യസ്ഥനായ വ്യക്തി ഇരുവരോടും വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിക്കാൻ ആരംഭിച്ചു. റൊണാൾഡോ യെസ് പറഞ്ഞെങ്കിലും ബെക്കത്തിനടുത്തെത്തിയപ്പോൾ ബെക്കം തനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. മധ്യസ്ഥൻ വീണ്ടും ചോദിച്ചു. അല്ലെന്നായിരുന്നു ബെക്കം സോങ്ങിന്റെ ശരീരത്തിൽ നിന്ന് മറുപടി പറഞ്ഞത്. അതോടെ മധ്യസ്ഥൻ അവിടെ നിന്ന് പോയി. റൊണാൾഡോയും ഷോക്കായിരുന്നു. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് റൊണാൾഡോ തിരക്കി. പണ്ട് കോളേജിൽ നിന്ന് നീ എന്നെ തടഞ്ഞില്ലേ, അതിനെനിക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു. പക്ഷേ വിവാഹം വരെ എത്തി, ഇത് കുറച്ച് കനത്തുപോയെന്ന് തോന്നി, അതുകൊണ്ടാ ഒഴിവാക്കുന്നേ. പിന്നെ നിന്നോട് എനിക്ക് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല, നിന്റെ പണത്തിന് വേണ്ടിയാ ഞാൻ നിന്റെ പിന്നാലെ കൂടിയതുപോലും എന്ന് ബെക്കം മറുപടിയായി പറഞ്ഞു. പണ്ട് നീ എന്നെ പ്രേമിക്കുന്നതിന് പകരം ബെക്കത്തെ പ്രേമിച്ച് എന്നെ ചതിച്ചില്ലേ, അതിനുള്ള പ്രതികാര നടപടിയായി കണ്ടാ മതി ഇത്. വല്ലാതെ തകർന്ന് ദേഷ്യപ്പെട്ട് റൊണാൾഡോ പോവാൻ തുടങ്ങി. ബെക്കം പെട്ടെന്ന് ഒരു നിമിഷം എന്ന് പറഞ്ഞ് റൊണാൾഡോയെ കെട്ടിപ്പിടിച്ചു. എന്താ ഇത് എന്ന് ചോദിച്ചപ്പോ, അവസാനമായി നിന്നെ കെട്ടിപ്പിടിക്കാൻ ഇതേ അവസരമുള്ളൂ എന്നായിരുന്നു അവൾ പറഞ്ഞത്. കാര്യം എന്തെന്നാൽ ബെക്കത്തിന് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലല്ലോ. അവൾക്ക് അവസാനമായി റൊണാൾഡോയെ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു സോങ്ങിന്റെ ശരീരം ഉപയോഗിച്ച് അവൾ അത് ചെയ്തത്. അവളെ തള്ളിമാറ്റി റൊണാൾഡോ അവിടെ നിന്ന് പോയി. അവനാകെ തകർന്നിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ റൂഫ് ടോപ്പിൽ പോയി താൻ ചതിക്കപ്പെട്ടതും പ്രിയപ്പെട്ട ബെക്കം മരിച്ചതും ആലോചിച്ച് ഡിപ്രസ്ഡായി അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് ഏഞ്ചലും ബെക്കമും കടന്നു വന്നു. റൊണാൾഡോ ചാടാൻ പോകുന്ന കണ്ടതും ഏഞ്ചൽ തന്റെ പവർ ഉപയോഗിച്ച് റൊണാൾഡോയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ ഏഞ്ചലിനും അതിന് പൂർണ്ണമായി സാധിക്കുന്നുണ്ടായിരുന്നില്ല. അടുത്തുള്ള ബെക്കത്തിനോട് ഏഞ്ചൽ പറഞ്ഞു, റൊണാൾഡോയെ എങ്ങനെയും തടയണം. അവൻ ആത്മഹത്യ ചെയ്താൽ നമ്മൾ ഭൂമിയിൽ വന്ന ദൗത്യം ഇല്ലാതാവും. പോരാത്തതിന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ കാരണമായി എന്നുള്ളത് നമുക്ക് മേൽ ശാപമായി ഭവിക്കുകയും ഈ ലോകത്ത് തന്നെ തുടരേണ്ട അവസ്ഥയും ഉണ്ടാകും. നമുക്ക് സ്വർഗത്തിലേക്ക് പോവാനേ സാധിക്കില്ല. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തില്ലേ, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ടട്ടോ ഏഞ്ചൽ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാ എന്ന് അവൾ പറഞ്ഞു. നീ എന്താ ഒരു ബന്ധവുമില്ലാതെ സംസാരിക്കുന്നേ എന്നായിരുന്നു ഏഞ്ചലിന്റെ മറുചോദ്യം. പെട്ടെന്ന് അവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഏഞ്ചലിന് പിടികിട്ടി. അത് വേണ്ടെന്ന് ഏഞ്ചൽ തടഞ്ഞു. പക്ഷേ അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ഓടിച്ചെന്ന് റൊണാൾഡോയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. ചാടാൻ പോയി അവനെ പിന്നിലേക്ക് വലിച്ച് രക്ഷപ്പെടുത്തി. നാലാമതൊരു പ്രാവശ്യം കൂടി മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചതിനാൽ അവളുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവാൻ തുടങ്ങി. റൊണാൾഡോയുടെ കണ്ണിനും അവൾ വെളിപ്പെട്ടു. റൊണാൾഡോയ്ക്ക് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവളെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞെട്ടലോടെ റൊണാൾഡോ ചോദിച്ചു, നീ എങ്ങനെയാ ഇവിടെ ഉള്ളത്? അവൾ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നീയാ എന്നെ കാണാതിരുന്നത്, അതെങ്ങനെ ഞാൻ കാണാതിരിക്കും എന്നവൻ ചോദിച്ചതും അവൾ ആരുടെയൊക്കെ ശരീരത്തിൽ പ്രവേശിച്ച് എന്തൊക്കെ അവനോട് പറഞ്ഞോ അതവന്റെ കൺമുമ്പിൽ കാണാൻ ആരംഭിച്ചു. ഞെട്ടലോടെയായിരുന്നു അതൊക്കെ തന്റെ ബെക്കമായിരുന്നു എന്നവൻ മനസ്സിലാക്കുന്നത്. നിന്നെ കാണാൻ വേണ്ടിയാ ഞാൻ തിരികെ വന്നത്. നീ അത്രമേൽ ദുഃഖത്തിലാണെന്ന് കണ്ടപ്പോൾ നിനക്ക് വേണ്ടി നല്ലൊരു വധുവിനെ, പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് എനിക്ക് തോന്നി. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. നീ നല്ല മറ്റൊരു
മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തണം, വിവാഹം കഴിക്കണം. ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമുക്ക് വീണ്ടും കാണാൻ സാധിക്കില്ല. നീ നല്ല രീതിയിൽ ജീവിക്കണം. അത് പറഞ്ഞതിന് പിന്നാലെ ബെക്കം വായുവിരലിനില്ലാതായി. തന്നെ എത്രമാത്രം സ്നേഹിക്കുന്ന ബെക്കത്തിനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റൊണാൾഡോ അവിടെ ഇരുന്ന് ആർത്തു കരഞ്ഞു. വീണ്ടും ഒരു കൊല്ലത്തിന് ശേഷം ഉറക്കമുണർന്ന റൊണാൾഡോ തന്റെ കഴുത്തിലെ ലോക്കറ്റ് തുറന്നു നോക്കി. അതിനുള്ളിൽ ബെക്കത്തിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ സമയം അപ്പുറത്തെ മുറിയിൽ നിന്നും ഒരു സ്ത്രീ അവനെ വിളിച്ചു. അതവന്റെ ഭാര്യയായിരുന്നു. അവൻ ഭാര്യയ്ക്കടുത്തേക്ക് നടന്നു നീങ്ങി. ബെക്കത്തിന്റെ ആഗ്രഹം പോലെ അവനൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു വശത്ത് ഷെഫും കൂട്ടുകാരനും ബെക്കത്തിന്റെ കുഴിമാടം സന്ദർശിക്കുകയായിരുന്നു. തങ്ങൾക്കു വേണ്ടിയാണല്ലോ ബെക്കം മരണപ്പെട്ടത്. അവർ അവിടെ ഇരുന്ന് കുഴിമാടത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നീ എന്റെ സ്വപ്നത്തിൽ വരുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ശരിക്കും വരുന്നുണ്ടോ എന്ന് ഷെഫ് ചോദിച്ചു. പെട്ടെന്ന് പിന്നിൽ ബെക്കം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ദാ വന്നു കഴിഞ്ഞു എന്നായിരുന്നു ബെക്കത്തിന്റെ ശബ്ദം കേട്ടത്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.